ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ നെക്സോണിൻ്റെ XC വേരിയൻറ്റിനും XZ വേരിയൻറ്റിനും ഇടയ്ക്കുള്ള, അതായത് മിഡ് വേരിയൻ്റ് എന്ന് പറയുന്ന XM വേരിയൻറ്റും ആ വേരിയൻറ്റിൽ തന്നെ ടാറ്റ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു വേരിയൻ്റുണ്ട്. XM S എന്നാണ്. എസ് റെപ്രസെൻ്റ് ചെയ്യുന്ന സൺറൂഫ് എന്നാണെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമ്പാരിസണാണ്. ടാറ്റ നെക്സോൺ XM വേരിയൻറ്റും ടാറ്റ നെക്സോൺ XMS വേരിയൻറ്റും തമ്മിലാണ്. പ്രധാനമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ന്യൂലി ആഡഡ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ പ്രൈസിലുള്ള വ്യത്യാസം. പ്രധാനമായിട്ടും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകത, നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇലക്ട്രിക് സൺറൂഫ് തന്നെയാണ്. അതുകൂടാതെ കാറ് നമ്മൾക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാം സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ഉള്ള പുതിയ സ്റ്റിയറിംഗ് വീൽ. ഫ്ലാറ്റ് ബോട്ടം ആണ് അത് സ്റ്റിയറിംഗ്. പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ്, അതായത് നമ്മൾ ഇരുട്ട് വരുമ്പോൾ അത് തനിയെ പ്രകാശിച്ച് തുടങ്ങും. അങ്ങനെയുള്ളൊരു സംവിധാനമുള്ള പുതിയ ഓട്ടോ ഹെഡ് ലാമ്പ്. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പർ, മഴ വെള്ളം വീഴുമ്പോൾ തനിയെ അത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന റെയിൻ സെൻസിങ് വൈപ്പർ. ഇത്രയുമാണ് നെക്സോണിൻ്റെ XMS വേരിയൻറ്റിനെ XM വേരിയൻറ്റിൽ നിന്ന് വിഭിന്നമാക്കുന്നത്. XM വേരിയൻറ്റിനെ അപേക്ഷിച്ച് XMS വേരിയൻറ്റിന് 65,000 രൂപ ഷോറൂം പ്രൈസിൽ വ്യത്യാസമുണ്ട്. XM വേരിയൻറ്റിനും XMS വേരിയൻറ്റിനും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ DRLs, ഡേ ടൈം റണ്ണിങ് ലാംപ്സ്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, ORVM, അതായത് നമ്മൾക്ക് റിയർ വ്യൂ മിററിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, റൂഫ് റെയിൽസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഓഡിയോ സിസ്റ്റം തുടങ്ങിയവയാണ്. ടാറ്റ നെക്സോണിൻ്റെ XM വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് 1199 cc എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 118 bhp ആണ്. അതും 5500 RPM ലഭ്യമാണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 170 Nm, അത് 1750 RPM-നും 4000 RPM-നും ലഭ്യമാണ്. ഇതിന് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് AMT ട്രാൻസ്മിഷനുമാണ് ഉള്ളത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 44 ലിറ്ററാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് 350 ലിറ്റർ.